നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ CI ഐസക്കാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ഐസക് സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സാർ, മറുപടിയിലേക്ക് സ്വാഗതം. ചരിത്ര കുതുകിയായിട്ട് മാറുന്നത് എങ്ങനെയാ? ചരിത്രത്തോടുള്ള ആഭിമുഖ്യം എങ്ങനെയാ ഉടലെടുത്തത്? ആഭിമുഖ്യം എൻ്റെ ഗ്രാൻഡ് മദറാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ഈ ഒത്തിരി പഴയ അക്കാലത്ത് അവരിപ്പോൾ 120 വയസ്സ് കണ്ടല്ലേ, അവരുടെ ചെറുപ്പത്തിലെ കോയിൻസ് ഒക്കെ എനിക്ക് ആ കോയിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അവരെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് മക്കളെയൊക്കെ കാണിക്കാനായിട്ട് അത് എനിക്ക്. പിന്നെ രണ്ടാമത് അവർ ഈ അന്ന് നടന്ന കൂടുതലും പോകുന്ന വഴിക്ക് അവരുടെ ഈ പോകുന്ന വഴിക്ക് എല്ലാ ക്ഷേത്രങ്ങളൊക്കെ കാണും. അപ്പൊ ഈ ക്ഷേത്രത്തിൽ പാണ്ഡവന്മാരുടെയാണ്. ഇവിടെയാണ് ഭീമൻ ഇരുന്നത്. അവിടെ ഒരു സ്ഥലമുണ്ട്, കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കവിയൂർ പാണ്ഡവന് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു തരും. ക്ഷേത്രങ്ങളുടെ കഥകളെ, പള്ളികളുടെ കഥകളെ ഒക്കെ പറഞ്ഞു തരും. ആ വല്യമ്മയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഞാൻ ചരിത്ര കുതിയായി മാറുന്നത്. പിന്നെ രണ്ടാമത് സംഘവുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ കൂടുതൽ ഭാരതീയ ചരിത്രവുമായിട്ട് കൂടുതൽ ഇടപെടി. ഭാരതീയതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി പരിഷത്തിലൊക്കെ ആയിരുന്ന സമയത്ത് കൂടുതൽ പ്രഭാഷണങ്ങളും ഒക്കെ വരുന്ന മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ഇതാണല്ലോ പറയുന്നത്. പറഞ്ഞ് അങ്ങനെയാണ് ഈ ചരിത്രത്തിനോടുള്ള ഒരു വലിയ ആസക്തി ഉണ്ടായി വരുന്നത്. ആസക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ABP എങ്ങനെ വരുന്നത്? ആരാ കൊണ്ടുപോയേ ABPയിലേക്ക്? MS കർണാൻ, അഡ്വക്കേറ്റ് MS കർണാനാണ് ABPയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അന്നൊക്കെ ഈ ക്യാമ്പസുകളിൽ സജീവമായിരുന്നില്ലല്ലോ ABP. ABP സജീവം ഉള്ളൊരു സജീവമായിരുന്നു. ഞങ്ങള് അവസാനം ഞങ്ങൾ MAക്ക് പഠിക്കുന്ന സമയത്ത് MS കർണാനെ ഞങ്ങള് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി ജയിപ്പിച്ചു. NS കോളേജ് ASUവിന്റെ കുത്തകയോടെ ജയിപ്പിച്ചു. ശാഖയിൽ പോയിരുന്നു അല്ലേ? ആ, ശാഖയിൽ പോയിരുന്നു. എൻ്റെ വീടിന്റെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ സഹോദരന്മാരെല്ലാം ശാഖയിലാണ് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. എൻ്റെ അനിയൻ ശാഖ എടുത്തോണ്ടിരുന്ന ആളാണ്. ഞാൻ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ കുടുംബ സ്വത്തായിരുന്നു, അത് വിറ്റുപോയി. അപ്പൊ അവിടെ ആയിരുന്ന സമയത്താണ് ഞാൻ ഈ ശാഖയിൽ പോകുന്നത്. അത് എൻ്റെ അനിയനും വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല. വീട്ടുകാർക്ക് അങ്ങനെ മതമൊന്നും ജാതിയൊന്നും പ്രശ്നമല്ല. അവർ ഓർമ്മയായിട്ട് തിങ്ക് ചെയ്യുന്ന അപ്പനും അമ്മയും ഒക്കെ തിങ്ക് ചെയ്യുന്നതാണ്. അവർക്ക് അലുകുത്ത് പരിപാടിക്ക് പോരുന്നുള്ളൂ. നാട്ടുകാരെ ശല്യം ചെയ്യുന്ന പരിപാടിക്ക് അങ്ങനെയുള്ള അത് വിലക്കെ ഇരുന്നതാണ്. പിന്നെ സംഘത്തിന്റെ പ്രചാരകന്മാരൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അവരൊക്കെ നല്ല പരിചയമായിരുന്നു. ഈ നമ്മുടെ പല പഴയ പ്രചാരന്മാരും കാഭാസുരൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വരികയും അന്ന് നമുക്ക് കെട്ടിടങ്ങൾ സ്വന്തമായിട്ട് ഇതില്ലല്ലോ. അപ്പം നമ്മുടെ വീടുകളിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവർ വന്ന് താമസിക്കും. ഗോപാലകൃഷ്ണൻ ചേട്ടന്, കാഫാ സുരേന്ദ്രൻ, അങ്ങനെ പലരും, ചന്ദ്രേട്ടൻ, മരിച്ചുപോയ ചന്ദ്രേട്ടനൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. അപ്പം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് ഫാദറിനൊക്കെ വലിയ ഇമ്പ്രഷനാണ്. നല്ലത് പഠിപ്പിക്കുന്ന പിള്ളേരെ നല്ലത് പഠിപ്പിക്കുന്ന ആള് എന്നുള്ളത് വളരെ വലിയ ബഹുമാനമായിരുന്നു. അങ്ങനെയാണ് സംഘത്തില് അടിയുറച്ച വിശ്വാസിയായി മാറാൻ കാര്യം. സഭയുടെ സമീപനം ആദ്യകാലത്തൊക്കെ എന്നെ ബ്ലാക്ക് ലിസ്റ്റിലാണ് പെടുത്തിയിരുന്നത്. CSI അല്ലേ? CSI. പിന്നെ കുറെ കഴിഞ്ഞപ്പം എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെയും MS കർണാൻ്റെയും ഒക്കെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു ആള് ബിഷപ്പായപ്പോഴാണ് എൻ്റെ ഈ നിരോധനം മാറ്റിയത്. എൻ്റെ നിരോധനം മാറ്റിയത്. വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരുന്നു. അതുവരെ എന്നെ ഔട്ട്കാസ്റ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. പള്ളിയിലൊക്കെ വലിയ അംഗീകരിക്കപ്പെടുന്ന ആളാണ് ഞാൻ. പള്ളിയുടെ ഒരു പൊതു കാര്യങ്ങൾക്ക് ഇടപെടാറില്ല. ജസ്റ്റ് ചെന്നിട്ട് വൈഫിനോടൊപ്പം ചെന്നിട്ട് അവരുടെ സർവീസിൽ കൂടിയിട്ട് തിരിച്ചു പോരുക മാത്രമേ ചെയ്തു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചപ്പോൾ ആദരിക്കുകയും ചെയ്തു. അവരിവിടെ വലിയ സ്വീകരണമായിരുന്നു. വലിയ സ്വീകരണമായിരുന്നു. കോട്ടയത്ത് ബേക്കർ അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലേക്ക് എന്നെ പ്രത്യേകമായി ക്ഷണിച്ചിട്ട് 22 എനിക്ക് സ്വീകരണം തന്നു. അത് വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സഭയുടെ ഭാഗത്ത് നിന്ന്. സഭ ഇപ്പോ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് കുറച്ചുകൂടി അടുത്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പഴയ എതിർപ്പ് മാറി. തന്നെ മണിപ്പൂരിലെ പ്രശ്നം അവർക്ക് കാര്യം മനസ്സിലായി. അത് ജാതി മാറിയാലും ഇല്ലേലും അവർ ആ ജാതികൾ തമ്മിലുള്ള സംഘർഷമാണ്. 2 ജാതികൾ, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി. അത് ഇവിടെ മുതലെടുക്കാൻ വേണ്ടി അത് സംഘപരിവാർ ഉണ്ടാക്കിയതുണ്ടെന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കുകയാണ്. പക്ഷെ അതൊക്കെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. അവർ തന്നെ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ മണിപ്പൂർ നടക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ അത് മാറാൻ വേണ്ടി, അവരുടെ ആ അങ്ങോട്ട് പക മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയാം. അല്ലാതെ RSനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയത്തില്ല അവർ.
അതൊക്കെ മാറി, ഒത്തിരി ഒത്തിരി ഒരുപാട് മാറി. എനിക്കത് രണ്ടും അറിയാമല്ലോ, രണ്ട് സ്റ്റേജും അറിയാമല്ലോ. ഇപ്പോഴത്തെ അവരുടെ നിലപാടും അന്നത്തെ നിലപാടും എനിക്കറിയാം. അല്ല, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് മുമ്പ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രഹാം സ്റ്റെയിൻസിനെ ഒക്കെ മക്കളെയും ചുട്ടുകൊന്ന. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊല്ലുന്നതിന് മുമ്പ് ഞാൻ സംഘപരിവാറിലുള്ള ആളാണ്. പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പലത്തും ഞാൻ ഈ ഇങ്ങനെയുള്ള സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ പലപ്പോഴും പോകാറുണ്ടായി. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അന്വേഷിക്കുമ്പോൾ പറയാം ഇത് ഞങ്ങളുടെ ജാതികൾ തമ്മിലുള്ള പ്രശ്നമാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബംഗാളില് പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു കന്യാസ്ത്രീമാടം ആക്രമിച്ച് കൊന്നിട്ട് പോയപ്പോൾ ആദ്യം സംഘപരിവാർ വന്നു. അത് അന്വേഷണം വഴി തെറ്റിച്ചു വിട്ടു. കുറെ കഴിഞ്ഞപ്പം ഢാക്കയിൽ നിന്ന് അവനെ പിടിച്ച് പ്രതിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴതിൻ്റെ കന്യാസ്ത്രീയെ കൊന്നത് അവനാണ്, കൊള്ളയ്ക്ക് വന്ന മുസ്ലിമാണ് കൊന്നതെന്ന് മനസ്സിലായത്. അപ്പം പിന്നെ എല്ലാവരുടെയും അടഞ്ഞു. അപ്പം ഇത്തരം സംഭവങ്ങൾ മനസ്സിലാക്കി ആദ്യം ചത്തത് കീരിയനും കൊന്നത് ഭീമൻ എന്നങ്ങ് അസംഷനിൽ എത്തുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഇതിനെപ്പറ്റി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് നടത്തില്ല. സംഭവം നടന്നു, അത് എങ്ങനെ നടന്നെന്ന് ചിന്തിക്കത്തില്ല. അപ്പോൾ അയാളെ RDOയെ കൊന്ന പോലെ കൊന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വഴി തെറ്റിച്ച് വിടുക ചെയ്യുന്നത്, അന്വേഷണം വഴി തെറ്റിച്ച് വിടുക. RDO ആത്മഹത്യ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പം പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്ത് മുറിവിൻ്റെ രക്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പം ഇത്തരം ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ. അതൊക്കെ മനസ്സിലായി തുടങ്ങി, സഭയ്ക്കും സഭയുടെ ആളുകൾക്കും ഒക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ ആര്യന്മാരെ അങ്ങോട്ട് ഇന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, എനിക്കൊന്ന് പ്രത്യേകിച്ച് ഈ ലവ് ജിഹാദ് വിഷയമൊക്കെ ലവ് ജിഹാദ് ചൂട് പിടിച്ചപ്പോഴാണെന്ന് കുറെ കൂടി റിയലൈസ് ചെയ്തു. സംഗതി കൊണ്ട് പിള്ളേരെ കൊണ്ടുപോയി മതം മാറി രാജ്യത്തിന് എതിരായിട്ട് ജയിക്കുക, അയക്കുന്ന അങ്ങോട്ടാ പിന്നെ സിറിയയിലേക്കും മറ്റുമൊക്കെ അയക്കുന്നത്. അല്ലാതെ നല്ല സ്ഥലത്തേക്കല്ല അയക്കുന്നത്. അവരെ ഒരു മകനോ 2 മകനോ ഉള്ള 2 മക്കളുണ്ടായിരിക്കും, അവരെ കൊണ്ടുപോയി കൊന്ന് അവർ നിരാശ്രയരായിട്ട് മരിച്ചു പോവുക. അത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലായി, അതിൻ്റെ സഫർ ചെയ്ത അതിൻ്റെ ഫ്രെയിം വർക്ക് വരുന്നവർക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഇപ്പോഴത്തെ സംഭവങ്ങൾ തന്നെ, മുനമ്പം പ്രശ്നം തന്നെ അല്ല, ഇനി പല പ്രശ്നങ്ങളും ഉണ്ടായി. എൻ്റെ വീടും അവിടെയാണെന്ന് പറഞ്ഞാൽ സംഗതി തീർന്നു. 2 സാക്ഷികളെയും കൂട്ടി വന്നാൽ മതി. സാക്ഷികളെയും കൂടി വെച്ചാൽ മതി. ഞാൻ ഇവിടെ ചെന്ന് ഏത് കോർട്ടിലാണ് ഞാൻ ഫയൽ ചെയ്യാൻ നോക്കുന്നത്? ഇപ്പം നിങ്ങളുമായിട്ട് എന്താ നമ്മുടെ തർക്കമാണെങ്കിൽ നമുക്ക് പോയി അയൽവക്കാരുമായിട്ട് തർക്കം കോടതിയിൽ പോയി പറയും. ഏത് കോടതിയില്ല, അവൻ്റെ ഇതിൽ ചെല്ലണം, അവരുടെ കോടതിയിൽ ചെല്ലണം. അവരുടെ കോടതി ചെല്ലുമ്പോൾ അവരുടെ അനുകൂലമായിട്ട് വിധിയുള്ളൂ. അപ്പം നമ്മൾ നിസ്സഹായരായിട്ട് ഇറങ്ങി പോകേണ്ടി വരും. RSS അപര മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു, പിന്നെ ഇവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രം കെട്ടി ഉയർത്താനുള്ള ഒരു ശ്രമത്തിലാണ് എന്നൊക്കെയാണല്ലോ പ്രചരണം, അല്ലേ? പൊതുവിൽ RSSന്റെ ഒരു ശക്തി എന്തായിട്ടാണ് കാണുന്നത്? ദേശീയതയാണ് മുൻഗണന, ദേശീയതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ സംഘശാഖയിലൊക്കെ വീട്ടിൽ പോയി, അങ്ങനെ ഒരു ഹിന്ദു മൈൻഡായി. ആ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. നെത്തല്ലൂര ക്ഷേത്രത്തിൽ, കാർത്യാനി ക്ഷേത്രത്തിൽ ഇന്നും യാദൃശ്യമായിട്ട് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇത് നിയോഗം പോലാണല്ലോ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരാനിരുന്നല്ല, ഒരു മരിച്ച വീട്ടിൽ പോകാൻ അതുവഴി ഇന്ന് പോകേണ്ടി വന്നു. തിരിച്ചു വന്ന വേറെ വഴിയെ വന്നു. അങ്ങനെ പോയി ഞങ്ങൾ അതുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ആ ക്ഷേത്രവുമായിട്ട് തലമുറകളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പം ആ ക്ഷേത്രത്തിലെ ഈ ഉത്സവങ്ങൾക്ക് ഞങ്ങൾ പങ്കെടുക്കും. അപ്പം അങ്ങനെ ഈ ശക്തമായ ഒരു RSS ബന്ധം ഇൻബിൽറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് പരമേശ്വർജി ഇരിക്കുന്ന സമയത്ത് സീനിയർ പ്രചാരകനാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ പ്രചാരകൻ. മീറ്റിംഗ് വെച്ച് ഞാൻ പറഞ്ഞു, അന്ന് പരമേശ്വർ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി, വിദ്യാർത്ഥി പരിഷത്തിൽ നിന്ന് മാറി ഭാരതീയ വിചാര കേന്ദ്രത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ പോകുന്നു. ചേരമ്പുള്ളി എന്നെ സൂക്ഷിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് വളരെ ഗൗരവത്ത് പറഞ്ഞു, ഐസക് സാറിനെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു, നല്ല ക്രിസ്ത്യാനിയെ ഞങ്ങൾക്ക് കൂടെ കിട്ടുക എന്നുള്ള, ഈ ഗുഡ് ക്രിസ്ത്യൻ എന്നോട് പറഞ്ഞു. മേലിൽ ഈ ശബ്ദം കേട്ടുപോയേക്കുന്നു എൻ്റെ വായിന്ന്. ഇങ്ങനെ ക്രിസ്ത്യാനികളാക്കാനാണെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാ സർവ്വദൈവ നമസ്കാരം എന്ന് പഠിപ്പിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനം എങ്ങനെ ഇവരെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളാക്കാൻ ശ്രമിക്കുന്നത്? ഹിന്ദുക്കളാക്കി ആകത്തില്ലല്ലോ. ഹിന്ദുക്കളാണല്ലോ ബേസിക്കലി. ഇവരെല്ലാവരും നാളെ നോക്കുന്നവരാ,
എല്ലാവരും പിന്നെ കർമ്മങ്ങളൊക്കെ നടത്തുന്നവരാ. ഉത്സവമായിട്ട് ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്നത് എല്ലാവരും അവരുടേതായ മതത്തിന്റെ ചട്ടക്കൂടി നിന്നുകൊണ്ട് ആഘോഷിക്കും, സ്വീകരിക്കും. അപ്പൊ അവിടെ എങ്ങനെ RSSന് ഒരാളെ ഹിന്ദു മതമല്ലല്ലോ, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ ഭാഗം അവിടെ വന്ന ക്രിസ്ത്യാനികളും, ഇവിടുത്തെ വന്ന ക്രിസ്ത്യാനികളും ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുമല്ലേ മുസ്ലിങ്ങളും ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവർ അറിഞ്ഞോ അറിയാതോ ഹിന്ദു സംസ്കാരത്തിൽ ഹിന്ദു അനുഷ്ഠാനങ്ങൾ മുഹൂർത്തം നോക്കാതെ ആരെങ്കിലും കല്യാണം നടത്തുമോ? മുഹൂർത്തം നോക്കാതെ വീട് വെക്കുമോ? വാസ്തു നോക്കാതെ വീട് വെക്കുമോ? ഏറ്റവും കൂടുതൽ വാസ്തുവിന് വരുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നോട് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ആള് ഉണ്ട്, ഒരു വാസ്തു വിദഗ്ധൻ ചോദിച്ചു. ഞാൻ തമാശ ചോദിച്ചു, ഞങ്ങള് ക്രിസ്ത്യാനികള് നിങ്ങൾ ഹിന്ദുക്കളെ കൊണ്ട് ജീവിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വരുന്ന മുഴുവൻ മുസ്ലിങ്ങളാ കൂടുതൽ, പിന്നെ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞു. ഹിന്ദുക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിന്റെ കാരണം അവർക്ക് കുറെ വാസ്തു നിയമങ്ങളൊക്കെ അറിയാം, അത് വെച്ച് അവരങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊട്ടും അറിയാൻ പറ്റുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്. അതെല്ലാ സർവ്വദേവോ നമസ്കാരം എന്ന് പഠിപ്പിക്കുന്ന ഒരു സർവ്വദേവന്മാരെയും നമസ്കരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നതാണ്. ബുദ്ധനെയും മഹാവീരനെയും ഞങ്ങൾ ചിലപ്പം പറയാറുണ്ട്, എൻ്റെ വൈഫുമായിട്ട് സംസാരിക്കുമ്പോൾ ക്രിസ്തു ഇന്ത്യ വന്നത് രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞു. ഓടിച്ചിട്ട് തല്ലി കൊല്ലുകയായിരുന്നു. ഇവിടെ വന്ന് പുള്ളിയെ ആകാശം മുട്ട പൊക്കിക്കൊണ്ട് കിടന്നതെന്ന് പറഞ്ഞു. അതാണ് ഈ പിന്നെ ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു തുള്ളി രക്തം വിടാത്ത ഒരു പിടി മണ്ണ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന് ഈ പോർട്ടുഗീസുകാർ വന്ന സമയത്ത് പിന്നെ അവിടുന്ന് പിന്നെ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടുത്തെ ജൂതന്മാരെ അടിച്ചോടിച്ചു. അവർ അഭയം തേടിയത് കൊച്ചി രാജാവിൻ്റെ അടുത്താണ്. കൊച്ചി രാജാവിന് ഒരു സ്ഥലമില്ല. ഉടനെ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ട് സ്ഥലം കൊടുത്തു. അപ്പം അവിടെ പള്ളി വെക്കണമെന്ന് പള്ളിയും വെച്ചോളാൻ പറഞ്ഞു. പള്ളിയും വെച്ച് കഴിഞ്ഞപ്പോൾ വാങ്ക് വിളിക്കുന്നു. വാങ്ക് വിളിക്കുന്നത് അസൗകര്യമാണെന്ന് അവിടുത്തെ ചില ആളുകൾ പറഞ്ഞപ്പം രാജാവ് ഒരു കാര്യം ചെയ്തു, പ്രശ്നം വെച്ചേക്കാമെന്ന്. ദേവപ്രശ്നം വെച്ചേക്കാം. ദേവപ്രശ്നം വെച്ചപ്പം പ്രശ്നകാരൻ പറയാ, അവര് ഹീബ്രുവിൽ എന്നെ തന്നെയാ സ്തുതിക്കുന്നെന്ന് പറഞ്ഞു. സംഗതി പോയില്ല, ചീറ്റി പോയില്ല, എഴുതലേ പൊട്ടിയില്ല. ഇതാണ് നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞത്. ആ ഇസ്രയേലുകാരൻ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്നത് എന്നെ തന്നെ ആസ്വദിക്കുന്ന ഭഗവതി പറഞ്ഞു. അതാണ് പട്ടാഞ്ചേരിയിൽ സിനഗോഗും പള്ളിയും അടുത്തടുത്തിരിക്കുന്നത്, സിനഗോഗും ക്ഷേത്രവും അടുത്തടുത്തിരിക്കുന്നത്. ഇതുവരെ ഒരു കലഹവും ഉണ്ടായിട്ടില്ല. അവിടെ ഉത്സവം നടക്കാറുണ്ട്, ബാങ്ക് വിളിക്കാറുണ്ട്. ഇപ്പൊ അവരെല്ലാം പോയോണ്ട് ഇല്ല, ഒരു പ്രശ്നവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ ഒരു ഹിന്ദുവിൻ്റെ ഒരു മാഗ്നാനിമിറ്റി എന്ന് പറയാം, ഹിന്ദു സമൂഹത്തിൻ്റെ. അത് നമുക്ക് നിഷേധിക്കാനൊക്കില്ല. അത് ചരിത്രം പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ചരിത്രം പഠിക്കാത്തവർക്ക് അത് ഇതൊക്കെ പറയാം. അത്ര ഒരു പ്രത്യേക ബ്രീഡാണ്. അല്ലെ പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയല്ലോ, ഓർത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ മണ്ണിലേ ഉള്ളൂ ഒരു തുള്ളി ജൂതരക്തം വീഴാത്ത. അമേരിക്ക വീണിട്ടുണ്ട്, എല്ലായിടത്തും ലോകത്ത് എല്ലായിടത്തും വീണിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അംഗീകാരമാണല്ലോ അത്. അതിൽ കൂടുതൽ എന്നാ അംഗീകാരം? അത് 1000 600 കൊല്ലം 700 കൊല്ലം അവരിവിടെ താമസിച്ചു. പിന്നെ ബോംബെ താമസിക്കുന്നത് ശനിവാർത്തേലികൾ എന്നാണ് വിളിക്കുന്നത്. ശനിയാഴ്ച അവർ പള്ളി പാന്നിട്ട് കുളിക്കും, അതിന് എണ്ണയൊക്കെ തേച്ചാ കുളിക്കുന്നത്. അപ്പൊ അതിനവിടെ ശനിവാർത്തേലികൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ജൂതൻ നമ്മൾ വിളിക്കുന്നവരെ ശനിവാർത്തേലികൾ. അങ്ങനെ ഓരോ സ്ഥലത്തും അവർ കയറിയിടത്തൊക്കെ അവരെ നമുക്ക് അംഗീകാരം കൊടുത്തു, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവർക്ക് സ്ഥലങ്ങൾ കൊടുത്തു, എല്ലാം കൊടുത്തു. ഒരു വക്കപ്പ് സ്ഥലവും ആയിരുന്നില്ല അന്ന്. അല്ലെ ക്ഷേത്രത്തിന്റെ സ്ഥലം വന്നവർ അവകാശപ്പെടുന്നില്ലല്ലോ. തൃപ്പൂണിത്തുറ ക്ഷേത്രം അവകാശപ്പെടുന്നില്ല. അവിടെ സ്ഥലമൊക്കെ ഞങ്ങളുടെ പള്ളികളൊക്കെ ഇരിക്കുന്ന ക്ഷേത്ര സ്ഥലങ്ങളാണ്. ഒരു ക്ഷേത്രവും അവകാശപ്പെടുന്നത് നിങ്ങൾ അവിടുന്ന് മാറിത്തട്ടെ, ഞങ്ങളുടെ പള്ളിയാ, ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ അവിടെ ദേവി ഗോപിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പം മുനമ്പത്ത് തന്നെ രാജാവ് കൊടുത്തതല്ലേ? രാജാവ് കൊടുത്തോ മുനമ്പത്ത് ഈ വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത്. അല്ല, വഖഫിന് രാജാവും വഖഫുമായിട്ട് യാതൊരു ബന്ധവും ഇവിടെ മുസ്ലിങ്ങൾ തന്നെ ഇല്ലല്ലോ. ഇവിടെ കോഴിക്കോട്ടാണ് സമ്മതിക്കുക, അങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. പക്ഷെ ഇവിടെ തിരുവിതാംകൂറിൽ അങ്ങനെ സംഭവിക്കരുത്, കൊച്ചിയിലും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ആ സ്ഥലമാണ് ഇവര് അവകാശപ്പെടുന്നത് ഞങ്ങളുടെയാണെന്ന്. എന്നെ തെളിവ്? ഒരു തെളിവും ഇല്ല. എന്നാൽ കോടതിയിൽ പോയി കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ കോടതി അത് സ്വീകരിക്കുകയില്ല. അത് അവന്റെ ട്രൈബ്യൂണലിനെ പറ്റുള്ളൂ. അവന്റെ ട്രൈബ്യൂണലിൽ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്.
അവർ തീരുമാനിച്ച വഴിയാധാരമാകുന്നതിന് വേറെ മാർഗമില്ലല്ലോ. അതിനാണ് മോഡി ഗവൺമെന്റ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടിരുന്നത്. അത് തയ്യാറല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് മുന്നണികളുമാണ് UDF-ഉം അത് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി. എന്തൊരു ഐക്യമാണെന്നറിയോ? അല്ല, പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുന്നു, വി ഡി സതീശൻ പറയുന്നു വഖഫ് ഭൂമി അല്ല, പക്ഷേ ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നു വഖഫ് ഭൂമിയാണ്. എന്നിട്ട് പറയുന്നു UDF-ന് ഇതിൽ ഒരൊറ്റ അഭിപ്രായമുള്ളൂ. അഭിപ്രായം നമുക്ക് അറിയാമല്ലോ. ഇത് ശരിക്കും നമ്മളെ പറ്റിക്കുകയാണ്, ഈ വോട്ടേഴ്സിനെ പറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ ഗതിയില്ലാ പ്രേതങ്ങളാക്കി മാറ്റുകയാണ്. ഗതിയില്ലാ പ്രേതങ്ങളാക്കി മാറ്റാനായിട്ടുള്ള ശ്രമമാണ്. ഇവൻ്റെയൊക്കെ പുറകിൽ പോയി ഇവനെ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. സ്വന്തം ആത്മാഭിമാനത്തോട് ജീവിക്കാനൊക്കത്തില്ല. പോരാഞ്ഞ് നമ്മുടെ പോപ്പുലേഷൻ കുറയുക. നമ്മുടെ പിള്ളേരൊക്കെ ജർമ്മനിയിലും ഇറ്റലിയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് പോകുന്നത്. നമ്മൾ രണ്ടേ ഉള്ളൂ, രണ്ടും ഇവിടെ നിൽക്കുന്നില്ല. അവര് പോവുക. എൻ്റെ ഒരു മോള് അമേരിക്കയിലാണ്, പക്ഷെ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയാലും പോരുമൊന്നുമില്ല. അവിടെ മക്കൾ പോരത്തില്ല. അവിടെ മക്കൾ വന്നെങ്കിലേ പോപ്പുലേഷൻ ഫില്ല് ചെയ്യാനൊക്കെ ഉള്ളു. അവിടെ മക്കൾ പോരത്തില്ല. അല്ല സാർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം 250 എണ്ണം അവര് തന്നെ പരാതിപ്പെട്ടല്ലോ. പ്രധാനപ്പെട്ട മോണുമെന്റ്സ് എല്ലാം വഖഫ് ആണെന്നല്ലേ? താജ്മഹൽ ഉൾപ്പെടെ താജ്മഹൽ, റെഡ് ഫോർട്ട് ഒക്കെ ഉൾപ്പെടെ. ഇനിയും ഇന്ത്യൻ പാർലമെന്റ് കൈവശം നമ്മുടെ സുപ്രീം കോടതിയും കൂടെ ഉണ്ട്. അതും കൂടെ അവകാശപ്പെട്ടാൽ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ഇറങ്ങി പോവുകയുള്ളൂ മാർഗം. അവരുടെ ട്രൈബ്യൂണലിൽ പാസ്സാക്കിയാൽ മതിയല്ലോ. പാസ്സാക്കിയ ട്രൈബ്യൂണലിന്റെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി ജഡ്ജിക്ക് അവിടെ ഇരിക്കാനൊക്കത്തില്ല. പുതിയ പാർലമെന്റ് പണിതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ഡൽഹിയിലെ എത്ര സ്ഥലങ്ങളാണെന്നറിയാം ഇവർ കൈവശം വെച്ചിരിക്കുന്നത്? എത്ര സ്ഥലങ്ങളാ? അല്ല, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള പലരും പറയുന്നത് ഇപ്പൊ വഖഫ് ബോർഡ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസി ആയിട്ട് 200 കുടുംബങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നു. 200 മുസ്ലിം കുടുംബങ്ങളിലെ വഖഫ് ബോർഡ് ഇരിക്കുന്നത്. അതതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അവര് റിയൽ എസ്റ്റേറ്റ് ആയിട്ട്. ഇന്നലെ തന്നെ ആ ഷംഷാദ് ഹുസൈൻ പറഞ്ഞ ഞാൻ കേട്ട് സ്തംഭിച്ചു പോയി. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ പിതാവ് ഉണ്ടാക്കി, ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയ സ്ഥലം വേറെ ആരോ പറഞ്ഞതാണെന്നും പറഞ്ഞു വഖഫാക്കുകയാണ്. ആക്കിയിട്ട് അവർക്ക് ഫ്ലാറ്റ് കൊടുക്കാമെന്നാ പറയുന്നത്. അതതിൻ്റെ അകത്ത് വഖഫാക്കി പോട്ടെ. അതെ, അള്ളാഹുവിന് കൊടുക്കാതെ പോട്ടെ. ഫ്ലാറ്റ് എന്തിനാ അള്ളാഹുവിന്? ഫ്ലാറ്റ് കൊടുക്കാവുന്നവർക്ക്. ഇത് ഒരു റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പുതിയ മെത്തേഡാണെന്നുള്ളേ ഉള്ളൂ. പാണക്കാട് തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രം വഖഫ് ഭൂമിയിലാണ്. നാളെ ഒരു ഭാഗത്ത് തികച്ചും മതേതരൻ എന്ന് അവകാശപ്പെടുന്ന പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അതിനെ ഓശാന പാടാനായിട്ട് വലതുപക്ഷം കോൺഗ്രസും പാർട്ടികളും. അതിൽ എന്തിനു പറയുന്നു? ഇവരുടെ നേതാവ് മരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഡെഡ് ബോഡി ഇളക്കിയിരിക്കുന്ന സ്ഥലം നാളെ വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫ് തന്നെയാണ്. കാര്യം അവർ വന്നു നിസ്കരിച്ചിട്ടുണ്ട് അവിടെ. സംഗതി തീർന്നില്ലേ? തെളിവത് മതി. നാളെ മലയാറ്റൂർ പള്ളി, നാളെ ശബരിമലയിലെ വാവരുടെ കോവില് സാന്നിധ്യം ഉണ്ടല്ലോ. അതെ, അത് മുസ്ലിങ്ങൾക്ക് തന്നെയാ പറയാകുന്നത്. എരുമേലിലെ അവരുടെ വരുമാനമാണ് പോകുന്നത്. ചരിത്രത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. വാപരൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. വാപരനുണ്ട്. വാപരൻ അത് പുരാണത്തിൽ കിടക്കുന്ന വാപരനാ, ത്രേതായുഗത്തിലെ വാപരനാ. ഈ വാപരന് വന്നിട്ട് 16-ാം നൂറ്റാണ്ടിലോ മറ്റുമാണ് ഈ അയ്യപ്പൻ ഇവിടെ വരുന്നത്. ഇവര് പന്തളം രാജകുടുംബം ഇവിടെ വരുന്നത്. അവിടുന്ന് മധുരയിൽ നിന്ന് വരുന്നവര് ഒരു കൂട്ടം വന്ന് ഹില്ലി ഏരിയയിൽ അവർ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അവിടെ കുമളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. കുമളിയും പെരിയാർ, വണ്ടിപ്പെരിയാർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. വടക്കൻകൂറും തെക്കൻകൂറും വരുന്നത് അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സ്ഥലം വാങ്ങിച്ചുകൊണ്ട് അങ്ങനെയാണ് അവരൊക്കെ വിടുന്നത്. ഇവിടെ ഇവരെ ഒരു കാരണവുമില്ല വാവര് വന്ന് സ്ഥലം ഉണ്ടാക്കുന്നില്ല. വാവര് ഏറ്റവും വലിയ അപകടമാണ് അത്. ഹിന്ദുക്കൾ ആ മുന്നിൽ കോവിലിൽ പൈസ ഇടരുത്. അയാൾ ഒരു മോഷ്ടാവായിരുന്നു. അയാളെ കീഴടക്കി ഇവിടെ മോഷ്ടാക്കളുണ്ടായിരുന്നു. ഈ ട്രേഡ് റൂട്ടാണ്. പന്തളത്ത് നിന്ന് നമ്മളെ എൻ്റെ കുമളി വഴി ഒരു ട്രേഡ് റൂട്ടുണ്ട്, അങ്ങേപ്പുറത്തോട്ട് ഇറങ്ങുന്നത്. നമുക്ക് ഈ ഉള്ളിയും മുളകും ഒക്കെ ഇല്ലല്ലോ. ആ ഉള്ളിയും മുളകും വാങ്ങിക്കാനുള്ള ട്രേഡ് റൂട്ടുണ്ട്. ആ ട്രേഡ് റൂട്ടിലാണ് നമ്മുടെ
മംഗളാദേവി ക്ഷേത്രം. അതെ, വരുന്ന വഴിക്ക് അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് മംഗളാദേവി ക്ഷേത്രം. രണ്ടാമത് വരുന്നത് പിന്നെ എരുമേലിയാണ്. എരുമേലിലെ ഈ കൊള്ളത്തലവനായിരുന്നു ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. അയാളെ അയ്യപ്പനെ ഒതുക്കി. അവൻ വാവനാണെന്ന് പറഞ്ഞാൽ പണി നോക്കൂ. കൊള്ളക്കാരനല്ലേ, കൊള്ളക്കാരൻ അവനെ കൊന്നു കാണും ഒരു പക്ഷേ, മേ ബി. നമുക്ക് കൊള്ളുന്ന ശിക്ഷയില്ലാത്തതുകൊണ്ട് കൊന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, കളരെ അംഗീകരിക്കുകയാണല്ലോ. എല്ലാ സ്വാതന്ത്ര്യ സമര പോലെ അവനെ എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തത്? പെണ്ണുങ്ങളുടെ വീടുകളെല്ലാം കയറി പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചു ബലാത്സംഗം ചെയ്തു, ഹിന്ദുക്കളെ വെട്ടി ഓടിച്ചിട്ട് അവർ പെണ്ണുങ്ങളെ എടുക്കുക ചെയ്യുന്നത്. അതായത് മുഹമ്മദ് നബി തന്നെ ചെയ്യുന്ന, മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് ഓടിച്ച് മദീനയിൽ 3 ജൂത ഗോത്രങ്ങളുണ്ടായിരുന്നു, 3 ജൂത ഗോത്രങ്ങൾ. അവരാണ് സ്വീകരിച്ച് അവിടെ കൊണ്ടിരിക്കുന്നത്. അവസാനം അവരെ ഇവൻ കീഴടക്കിയിട്ട് ആണുങ്ങളെ മുഴുവൻ കൊല്ലുക ചെയ്തത്, പെണ്ണുങ്ങളെ മുഴുവൻ എടുക്കുക ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ കാര്യം പറയുന്നത് അതാണ് മാറുക, റോൾ മോഡലാണ്. അവർക്ക് ചെയ്യാം. അമുസ്ലിമിനെ പോലും സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമല്ലേ, അതാ ചെയ്യാം. അപ്പം അത്തരത്തില് പാണക്കാട്ടുകാർ അവരുടെ തനി സ്വഭാവം കാണിച്ചു. ഈ കുറുക്കൻ കൂകുന്ന പോലെ, ഇതിൻ്റെ അകത്ത് വീണ ചായത്തൊട്ടി വീണ കുറുക്കന് കൂകിയ പോലെ അവരും കൂയിന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഏർലി വാണിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, പാണക്കാടുകാരെ ഒരിക്കലും നാഷണൽ ഇൻട്രസ്റ്റിനല്ല, ദേശീയതയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. അവര് അപ്പോഴും അടിസ്ഥാനപരമായിട്ട് അവരെ ചായത്തൊട്ടി വീണ കുറുക്കൻ തന്നെയാണ്. അവർ കൂകും, അവരെപ്പം കണ്ടാലും കൂകും. ആ കൂകും, അവരുടെ ഇത് കാണുമ്പോൾ കൂകും. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെ വാസ്തവം പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ അവരെ പാഠം പഠിപ്പിക്കേണ്ടതാണ്. ഇത് വകുപ്പ് ലാൻഡ് ആണെങ്കിൽ വകുപ്പ് ലാൻഡ് ഇവിടെ വന്നാൽ അവർ പൊക്കോളം പറയും. വകുപ്പ് ഇവിടെ തുടങ്ങുന്നത് തന്നെ 1923 ആദ്യം ബ്രിട്ടീഷുകാർ വകുപ്പ് തുടങ്ങുന്നത്. പക്ഷെ അത്രയും വലിയ അധികാരങ്ങളൊന്നും ഇല്ലായിരുന്നു. വെറും സാമാന്യ കോടതിയിലൊക്കെ പറയുന്ന വ്യവഹാരമൊക്കെ നടത്താവുന്ന ഒരു ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ അത് 1954 വന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ചില ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, മുസ്ലിം ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. അതിന് ചില റീസൺസ് ഉണ്ട്. അത് ഞാൻ ഈ പറയുന്ന ഈ അവസരത്തിൽ പറഞ്ഞത് ശരിയല്ലല്ലോ. അത് അയാൾ ആണ് ഇത് വഖഫ് ബോർഡ് ഉണ്ടാക്കുന്നത്. അത് അവരുടെ മക്കളുടെ മക്കളും ഒക്കെ വന്ന് അവരുടെ ഭരണമാണ്. പിന്നീട് ഓൾ പവർഫുള്ളായിട്ടുള്ള വഖഫ് ആക്ട്സുകളും ഒക്കെ കൊണ്ടുവന്ന് അവരാണ് ഇതിന് കുളമാക്കിയല്ല, ഇവർക്ക് അനുകൂലമാക്കി കൊടുത്തത്. ഈ ജവഹർലാൽ നെഹ്റു മര്യാദക്കാരനാണെങ്കിൽ ഇന്ത്യയുടെ വിഭജനം ഒഴിവാക്കാനും, ജിന്നയും ഇവനും അധികാരമോഹികളാണ്. ജിന്നയ്ക്ക് TB ബാധിച്ചിരിക്കുന്ന പേഷ്യൻ്റാണ്. അവനൊരു 6 മാസം കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം അവൻ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നത് അൺഡിവൈഡഡ് ഇന്ത്യയെക്കാളും ഡിവൈഡഡ് ഇന്ത്യയാണ് ഇഷ്ടപ്പെടുന്നത് നെഹ്റു പറഞ്ഞത്. അല്ലേ പട്ടേൽ ആകേണ്ടതാ. ആ വോട്ടിട്ടപ്പം പട്ടേലിനാണ് നൂലുമായിട്ട് വന്നത്. പക്ഷേ ഇവൻ ഒരു വോട്ടും കിട്ടിയില്ല. പക്ഷേ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ ചില ദൗർബല്യങ്ങളുണ്ടല്ലോ. അതിൽ പൈസ മോഷ്ടിക്കുന്നതല്ല. അദ്ദേഹത്തിന് ഇവൻ്റെ അപ്പനായിരുന്നു, മോട്ടിലാൽ നെഹ്റു ആയിരുന്നു, എന്തെങ്കിലും ആവശ്യം ചെല്ലുമ്പം 100-500 രൂപ കൊടുക്കുന്നത്. സമരത്തിനൊക്കെ ആവശ്യം 100-500 രൂപ ആണല്ലോ. അത് കൊടുക്കുന്നത് ലിബറലായിട്ട് കൊടുക്കുന്ന ഇവൻ്റെ അപ്പനായിരുന്നു, മോട്ടിലാൽ നെഹ്റു ആയിരുന്നു, ജവഹർലാലിൻ്റെ അപ്പന്. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് ഇദ്ദേഹത്തോടൊരു വല്ലാത്ത വിധേയത്വം ഉണ്ടാകേണ്ടി വന്നത്. അക്കാലത്ത് സമരം നടത്തുന്ന പൈസ വേണ്ടേ? അതിന് ആര് കൊടുക്കും? ആരുടെയിലാ പൈസ ഉള്ളത്? ബ്രിട്ടീഷുകാർ കൊടുക്കും. ബ്രിട്ടീഷുകാർ തല്ലി ഓടിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അതാണ്. അപ്പം അത് മുതലെടുത്തു നെഹ്റു. അത് മുതലെടുത്തു. നെഹ്റു മര്യാദയ്ക്ക് ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ പ്രശ്നം ഉണ്ടാകില്ല, പാകിസ്ഥാനിലെ പ്രശ്നമില്ല. പാകിസ്ഥാനിന് ഉള്ള സ്വത്തിനേക്കാളും കൂടുതൽ സ്വത്താണ് വഖഫ് ബോർഡിന് ഇന്ത്യയിലുള്ളത്. അതിന്റെ കണക്ക് നമ്പർ 3 ആണ്. ഫസ്റ്റ് റെയിൽവേ, സെക്കൻഡ് ഡിഫൻസ്, തേർഡ് ഇവനാണ്. 9.4 ലക്ഷം ഏക്കർ സ്ഥലമാണ്. 9.4 ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡ് ഇന്ത്യയിലെ ഉള്ളത്. സുന്നി ഷിയ 30 വഖഫ് ബോർഡുണ്ട്. സുന്നിക്ക് 2 ഉള്ളൂ, ഷിയായിക്ക് 28 സംസ്ഥാനമേ ഉള്ളൂ. അപ്പോൾ പല സംസ്ഥാനങ്ങളും ഒന്നിലധികം വഖഫ് ബോർഡുകളുണ്ട്. നോർത്ത് ഈസ്റ്റിലൊന്നും ഇവൻ്റെ വഖഫ് ബോർഡൊന്നുമില്ല. ഈ ബാക്കി മുഴുവൻ ഇവിടെ തന്നെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം വഖഫ് ബോർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അധികാരത്തിനും പണത്തിനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അന്വേഷിക്കുമ്പോൾ 200 കുടുംബം മാത്രമാണ് വഖഫ് കൈകാര്യം ചെയ്യുന്നവരുന്നത്. 200 കുടുംബങ്ങളാണ്. അവരാണ് ഈ കാര്യങ്ങൾ, അവരാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ ചെയ്യണം, എവിടെയൊക്കെ.
ഇപ്പം മുനമ്പെന്നുള്ള ഇനിയിപ്പം ഭയങ്കര ഡെവലപ്മെന്റ്, അവിടെ ഫോർട്ട് വന്നില്ലേ? അതെ അതെ അതെ, ഫോർട്ട് വന്ന് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പം അവിടെ റിയൽ എസ്റ്റേറ്റ് തന്നെ നടക്കും. അതിനു വേണ്ടിയാണ് മുനമ്പത്ത് കയറി പിടിച്ചത്. ഇനി നാളെ വേറൊരു സ്ഥലത്താകുമ്പോൾ അങ്ങോട്ട് വരും. ഇപ്പം തന്നെ വയനാട്ടിൽ കണ്ടില്ലേ? വയനാട്ടിൽ ഇവിടെ മനുഷ്യവാസം തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. അവിടെ ഇവിടെ വകഭൂമിയാണെന്നത്. അത് നല്ല ഭൂമി എവിടെ ഉണ്ടോ അവിടെ കയറി മാർക്ക് ചെയ്തിട്ട് പോവുക. വഖഫ് നിയമം തന്നെ എടുത്തു കളയേണ്ടതല്ലേ? പിന്നല്ലേ അത് അതെങ്ങനെ? രണ്ടു തരം നിയമം, രണ്ടു തരം ജുഡീഷ്യൽ നിയമം അവിടെ ബാധകമല്ല, ജുഡീഷ്യറി അവർക്ക് ബാധകമല്ല. അതെങ്ങനെ ഒരു രാജ്യത്ത് രണ്ട് നിയമം ഉണ്ടാകുന്നത്, രണ്ട് പൗരന്മാരുണ്ടാകുന്നത്? എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെ കിട്ടണം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതും അവിടെയല്ലേ സാർ UCCയുടെ പ്രാധാന്യം? അതെ, യൂണിഫോം സിവിൽ കോഡിന്റെ പ്രാധാന്യം എവിടെയാണ്? അവന് ഭാര്യയെ ഉപേക്ഷിക്കാം, നമ്മുടെ ഭാര്യയെ നമുക്ക് ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല. തമാശ കൊണ്ട് പറഞ്ഞതാണ്. അവന് സ്ത്രീകളെ അവിടെ കാശിന് പതിനാറായിട്ടായിട്ടിരിക്കുന്നത്, ഇവർ അടിമകളായിട്ടായിട്ടിരിക്കുന്നത്. അവർക്കും ജീവിക്കാൻ അവകാശമില്ലേ? ഇപ്പം തന്നെ ഓരോ സ്ഥലത്ത് കാണത്തില്ലേ, അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണത്തില്ലേ, പെണ്ണുങ്ങൾ പള്ളിക്കൂടത്തെ പോകാനേ ഒക്കത്തില്ല, അക്ഷരം പഠിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നികൃഷ്ടവും നീചവുമായ കാര്യമാണ്. അതൊക്കെ നമ്മൾ പിന്തുണയ്ക്കുകയും അതൊക്കെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മളാണ്. വാസ്തവം പറഞ്ഞ സമൂഹത്തോടും രാജ്യത്തോടും രാഷ്ട്രത്തോടും സമൂഹത്തോടും നന്ദികേട് കാണിക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യുന്നത്. അപ്പം രണ്ട് നിയമം പറ്റില്ല. വഖഫിനൊരു നിയമം, അങ്ങനെയാണെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഒരു നിയമം വേണം, ക്രിസ്ത്യാനികളുടെ നിയമം. പള്ളിയുടെ സ്ഥലത്തോട് നിങ്ങൾക്ക് ആർക്കും നടക്കാനൊക്കത്തില്ല, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് പറയുന്നത് അത് നീതിയല്ല, അനീതിയാണ്. അത്രയും വലിയ അനീതി ലോകത്തിൽ വേറെ കാണുന്നു. ഈ മതസംവരണം പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലാണല്ലോ അല്ലേ? അതെ അതെ, ഇവരൊക്കെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, പരിഗണന കൊടുക്കുക. ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ ജാതി സംവരണം ഒക്കെ, പക്ഷെ മതസംവരണം പാടില്ല എന്നുള്ള രീതിയിൽ ചില പരാമർശം ഉണ്ടായിരുന്നു. അതിന് നിയമം പാസ്സാക്കണം നമ്മൾ. അവര് കോടതി പാസിംഗ് റെഫറൻസ് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ല. നിയമം ഉണ്ടാക്കണം. അത്തരം സംവരണങ്ങൾ പറ്റില്ല എന്ന് നിയമം ഉണ്ടാക്കണം. മതസംവരണം എങ്ങനെ? അപ്പം എനിക്ക് സംവരണം കിട്ടാൻ ഞാൻ മതം മാറിയാൽ മതിയല്ലോ. ഞാൻ ക്രിസ്ത്യാനികൾക്ക് മതം മാറുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം സിഖ് മതം സ്വീകരിച്ചാൽ കൂടുതൽ ആനുകൂല്യം ഞാൻ അങ്ങോട്ട് മാറിയാൽ മതിയല്ലോ. അല്ല സാർ, ഈ 2047 ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കും, അതാണല്ലോ അവരുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം അതാണ്. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആ രീതിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടായിരിക്കും ഒരുപക്ഷെ എല്ലാ കണ്ണിൽ കണ്ട എല്ലാ ഭൂമിയും നമുക്ക് ഭൂമി ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളും ബാധ്യസ്ഥരാണ്. ജീവിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാകും. ജീവിക്കാൻ വേണ്ടി പലതും നമ്മൾ വേഷം കെട്ടേണ്ടി വരും. മനുഷ്യരുടെ കാര്യമോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര പേർക്ക് ആദർശം ഉണ്ടാകും? ആദർശം പറഞ്ഞ് നിൽക്കാനൊക്കെ വൈറ്റ് വല്ലതും പോകണ്ടേ? അതൊക്കെ ഇതേ പ്രശ്നം. അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇന്ത്യയെ മൊത്തത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കണമെന്ന്. ഇപ്പൊ പാകിസ്ഥാനേക്കാളും കൂടുതൽ ലാൻഡ് ഉള്ളത്, വഖഫ് ലാൻഡ് ഉള്ളത് ഇന്ത്യയിലാണ്. ഒരു 10% ലാൻഡ് കൂടുതലാണ്. പാകിസ്ഥാന്റെ ടോട്ടൽ ലാൻഡ് ഏരിയയെക്കാളും 10% കൂടുതലാണ് വഖഫ്, ഇവിടുത്തെ വഖഫ്. അല്ലേ? അതെ അതെ. എന്തൊരു അന്യായമാണ്. അവര് ആരെങ്കിലും ഇപ്പം താജ്മഹൽ ആരുണ്ടാക്കിയതാ? ശരിക്കും പറഞ്ഞാൽ ഹിന്ദു രാജാവിന്റെ സ്ഥലമാണ്, കയ്യേറിയതിൻ്റെ അകത്ത് അവരുടെ മോസ്ക് വെച്ചു, അല്ലെ മകുടം വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ 20 വർഷം ഇരുന്നപ്പം വെള്ളിയാഴ്ച കയറാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച അവിടെ നിസ്കരിക്കുന്ന ദിവസം അവിടെ കയറാനൊക്കത്തില്ല, കാണാമത്തില്ല. ഞാൻ തിരിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം അവിടെ നിൽക്കാനും ഒക്കത്തില്ല. അറിയാമെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ താജ്മഹൽ കയറി കാണത്തില്ല, പുറത്തൂടെ ഒക്കെ കണ്ടതേ ഉള്ളൂ. അപ്പം അന്നേ തുടങ്ങിയതാണ്. 20 വർഷം മുമ്പത്തെ സംഭവമായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായത് വഖഫാണെന്നൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത് വഖഫാണെന്ന്. അല്ല, പൊന്നാനിയിലൊരു മഹാദേവ ക്ഷേത്രം, അത് തകർത്തിട്ടാണല്ലോ ഇപ്പൊ അവിടെ മസ്ജിദ് പണിയുന്നത്. പക്ഷേ ഈ അത് ചോദ്യം ചെയ്ത നമ്മളൊക്കെ വർഗീയവാദികളാണ്. അതെ, അവന്മാര് വിശുദ്ധന്മാരുമാകും. അതെ, വിശുദ്ധന്മാരാവുകയും ചെയ്യും. ഇപ്പൊ നാളെ മലയാറ്റൂർ പള്ളി ഇവര് അവകാശപ്പെട്ട കൊടുത്തേ ഒക്കെയുള്ളൂ. യാതൊരു തെളിവുമില്ല. ഇവര് 1947 മറ്റോ അവിടെ തുടങ്ങിയത്, ഒരു തെളിവുമില്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കും? അപ്പൊ ഇത്തരം ചില സംഭവങ്ങളാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. നാളെ നമ്മുടെ സന്തതികൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നതാണ്. ഹിന്ദുക്കൾ പലതും ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ പല ക്ഷേത്രങ്ങളും.
ഈ നോർത്തിലുള്ള പല അതെ ക്ഷേത്രങ്ങളും തകർത്തിട്ടാണ് പള്ളി പണിതിരിക്കുന്നത്. അതാ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആർക്കിയോളജി സർവേ സമ്മതിക്കില്ലല്ലോ. അതായി കഴിഞ്ഞ ദിവസം വെടിവെപ്പ് ഉണ്ടായത്. അതെ അതെ, ചെന്ന ഉദ്യോഗസ്ഥന്മാര് വെടിവെപ്പ് അവര് തമ്മിൽ തന്നെയായിരുന്നു. അല്ല അതും ടിസ്റ്റ് ചെയ്യാൻ നോക്കി. പിന്നെ അവിടെ ഇരിക്കുന്ന ഇതേ ഈ വഖഫില് അവരെടുക്കുന്ന സ്റ്റാൻഡ്, ഹിന്ദുക്കൾ ഇവിടുത്തെ മെജോറിറ്റി അവരതേ തിരിച്ചൊരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? രക്തപ്പഴകൂടെ എടുക്കേണ്ടത്. അവർ അങ്ങനെ സ്റ്റാൻഡ് എടുക്കണം. പേടിച്ച് മാറുന്നതായി കുഴപ്പം. പേടിച്ച് മാറുമ്പോഴാണ് ഇപ്പൊ പ്രശ്നം. എതിർക്കുമെന്ന് കണ്ടാൽ മരമൊന്നും ചെയ്യത്തില്ല. എന്താ RSനോട് ഇപ്പം ചൊറിഞ്ഞ് കളിക്കാത്തത്? ബാക്കി ആരോട് വേണേലും കളിക്കും. ജോസഫ് സാറിന്റെ കൈ വെട്ടാൻ പോയി. ജോസഫ് സാർ കേരള കോൺഗ്രസ്സുകാരനാ, ക്രിസ്ത്യാനിയാണ്. മറ്റേ RSകാരനെ എന്നെ വെട്ടുന്നില്ലല്ലോ. എന്റെ കഴുത്ത് വെട്ടണ്ടല്ലേ? വാര്യംകുന്നനെ അല്ലെന്ന് പറഞ്ഞപ്പോ വെട്ടാൻ പറ്റത്തില്ല. ഞാൻ തൻ്റെ ഇടമായിട്ട് വഴി ഇറങ്ങി നടക്കുന്നുണ്ട്. പേടിക്കുന്നുമില്ല, ആരെയും പേടിക്കുന്നില്ല. കാര്യം എനിക്കറിയാം, പേടിയുള്ള താടിയുള്ള അച്ഛനെ പേടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹിന്ദുക്കൾ സജീവമാകണം. ഹിന്ദുക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അവരിങ്ങനെ ഉറങ്ങിയിരുന്നാൽ പോരാ. അവരും ഇതുപോലെ വഖഫ് പോകണോ എന്തെങ്കിലും പോകണോ അവരും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് മുഴുവൻ സാധനവും കൂടെ കൈ കണ്ണടച്ച് ഇങ്ങനെ എത്തിക്കൊണ്ട് വരച്ച് കാണിക്കുന്നു. ഇവിടെ മുഴുവൻ ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ കൗണ്ടറായിട്ട് വരുന്ന ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് വഖഫ് ബോർഡിനുള്ള അധികാരം ദേവസ്വം ബോർഡിൽ ഇല്ല. ദേവസ്വം ബോർഡിന് കൊടുക്കണം. ദേവസ്വം ബോർഡ് കുത്തഴിച്ച സാധനമാണല്ലോ. ഇവന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് കുത്തിവരാനുള്ള സ്ഥലമാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഇപ്പൊ തന്ത്രിമാരെ പോലും കീശയിലാക്കിയിരിക്കുക. ഗുരുവായൂരിലെ അവസ്ഥയൊക്കെ അതെ അവസ്ഥ. ഗുരുവായൂർ തൃശ്ശൂരൊക്കെ അറിയത്തില്ലേ? അതെ അതെ അതെ. ഇപ്പൊ ബംഗ്ലാദേശില് ന്യൂനപക്ഷ വേട്ട തുടരുന്നു. ഹിന്ദു വംശഹത്യ. അവിടെ ഇസ്കോണിന്റെ അടക്കം നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ജയിലിട്ടിരിക്കല്ലേ? അവർക്ക് നിയമസംരക്ഷ പോലും ഇല്ല. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഇവിടെ ആരുമില്ല കേരളത്തില്. ഇപ്പോ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇതില് പാർലമെന്റ് ആക്രമിച്ച് അവനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതെ, അത് നമ്മുടെ ഒരു എന്താ, ഈ തിന്ന ചോറിന് ഒരു കൂറില്ലാത്ത സാധനം, ഇരിക്കുന്ന കമ്പ് വരയുന്ന സാധനമാണ് നമ്മുടെ. അത്ര ദരിദ്ര. നമ്മൾ ഇരിക്കുന്ന കമ്പ് നമ്മൾ വരഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? നമ്മൾ ഇരിക്കുന്ന കമ്പല്ലേ പറയുന്നത്. ഹിന്ദുത്വത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രോഹവും ചെയ്യാതെ സമാധാനത്തിൽ ഏറ്റവും വലിയ സമാധാനപരമായി ജീവിക്കുന്ന സമൂഹത്തെ ആക്രമിക്കുക, അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇസ്കോണിനെ എന്നാ ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്? അവർക്ക് നിയമപരിരക്ഷ പോലും ഇല്ലല്ലോ. അത് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അവർക്ക് നിയമപരിരക്ഷ കിട്ടണ്ടേ? പക്ഷേ ഇന്ത്യ ശരിക്കും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പച്ചവെള്ളം കുടിക്കാതെ അവൻ അവിടെ കിടക്കും. ചൈനയിൽ നിന്നും വെള്ളം കൊണ്ട് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. നമ്മുടെ വെള്ളം അങ്ങ് അടച്ചാൽ മതി. അടച്ചാൽ നമുക്ക് കറണ്ട് ഉണ്ടാക്കാം. ഗംഗ അടച്ചാൽ മതി. നമുക്ക് സംവിധാനമുണ്ട്. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം സമുദ്രത്തിൽ കൂടെ. ഇന്റർനാഷണൽ വാട്ടേഴ്സ് നമ്മുടെ കപ്പൽ കിടക്കാമല്ലോ. അവന്റെ വാട്ടേഴ്സിലേ പറ്റത്തുള്ളൂ, കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിലൊക്കെ ചൈനയാണ് വില്ലൻ സ്ഥാനത്ത്. ചൈനയാണ് വില്ലൻ. ചൈന നമ്മളെ ഒതുക്കാൻ വേണ്ടി അവനൊരു സാമ്പത്തിക ശക്തി ഇവിടെ വളർന്നു വരുന്നത് ഇഷ്ടമല്ല. അതും സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുത്തുള്ള ഒരു സ്വാതന്ത്ര്യ ശക്തിയാണ്. വരുന്നവനൊക്കെ എന്ത് ചെയ്യാനും എന്ത് തിന്നണമെന്ന് തീരുമാനിക്കാനും സാധിക്കുന്നതാണ്. അവിടെ മുസ്ലിങ്ങളെ അവിടെ പിന്നെ പീഡിപ്പിക്കുന്നവനാണ് ഇപ്പൊ ഈ ഇവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ മുസ്ലിങ്ങളെ പിന്നെ അവരുടെ വില്ലേജ് കിടക്കുന്നത് പാസ്പോർട്ട് കാണിക്കണം. ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു പോകണമെങ്കിൽ അവരെയും ചുട്ടുകൊല്ലുക. ചുട്ടുകൊല്ലുക. അവനെ ഇവിടുത്തെ ബംഗ്ലാദേശിലെ മുസ്ലിമിനെ സംരക്ഷിക്കാൻ പറ്റുന്നത്. അത് എന്ത് ന്യായമാണ്? അത് ന്യായമല്ല. ഭാരതത്തെ നശിപ്പിക്കണമെന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ബംഗ്ലാദേശിനോടുള്ള സ്നേഹമൊന്നുമില്ല. അവനറിയാം ബംഗ്ലാദേശിനെ ഒരു ദിവസം കൊണ്ട് ചുട്ട് ചാമ്പലാക്കാമെന്നറിയാം. അതൊക്കെ ഞാൻ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്ത്യയെ ഭാരതം ആക്കിയപ്പോ ഉള്ള കോലാഹലം കണ്ടില്ല? കോലാഹലം കിട്ടും. ഈ 90 വർഷം പഴക്കമുള്ള ഒരു പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം റാണി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിന്, ഭാരതത്തിന്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇട്ട പേരാണ് ഇന്ത്യ എന്നുള്ളത്. അത് സൗകര്യത്തിനാണ്. ഈ കമ്പനി മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ഇന്ത്യ. അല്ല, NCERT-യിൽ ഇല്ല പാഠ്യപദ്ധതി പരിഷ്കരണം. അപ്പൊ ഇങ്ങനെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ എൻ്റെ ചരിത്രബോധമാണ്.
പിന്നെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനസംഖ്യാ ശോഷണത്തിൻ്റെ വേറൊരു കാരണം, 2 പേര് ജനിക്കുന്നതുകൊണ്ടല്ല, 2 പേര് ജനിച്ചാൽ അതും കാണുന്നത്, 2 പേരും ഇല്ല, പേരില്ലാത്ത മാത്രമല്ല അവരെ ഈ ഭൂമി തന്നെ വിട്ടു. ഇപ്പം കുമ്പനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത്. അവിടെ അവർ 10-40 വർഷമായിട്ട് അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. പക്ഷെ അവരുടെ ആദ്യമുള്ളവരൊക്കെ തിരിച്ചിവിടെ വന്ന് കെട്ടിടമൊക്കെ പണിത് താമസിച്ചു. പക്ഷെ മക്കൾ പോയവരാരും തിരിച്ചു വന്നില്ല. ഇപ്പം അവിടെ ആരുടെ ഭൂമിയാണ്? നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചിട്ട് ഒരു മുൾപ്പടർ പോക്കുന്ന നല്ലൊരു കെട്ടിടം കിടക്കും, ഇത് ആരുടെയാണെന്ന് അറിയത്തില്ല. അവൻ്റെ അപ്പനോട് ചോദിക്കുക, അപ്പനോട് പറഞ്ഞു പണ്ട് ഇവിടെ ഒരു ആളുണ്ടായിരുന്നു, അയാളുടെ മക്കളൊക്കെ അയാളും വിദേശത്തായിരുന്നു, അയാൾ ഇവിടെ തിരിച്ചു വന്നു, അന്നേരം അയാൾ വീട് പണിത്, മക്കളൊക്കെ ഇവിടെ ഇല്ല, മക്കളെല്ലാം മക്കളാരും വരുന്നില്ല, മക്കൾക്ക് നഷ്ടമാണ് ഇവിടെ വരുന്നില്ല, ഫ്ലൈറ്റ് ചാർജ് പോലും ഇവിടെ വിറ്റാൽ കിട്ടത്തില്ല. അത് ആരെടുത്താലും എനിമീസ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് സർക്കാർ എടുത്താൽ സന്തോഷം, അവർ അങ്ങോട്ട് പരാതിയായിട്ട് വരത്തില്ല. ആ അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഉഴവൂർ എങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് പറയുന്നു, കനായക്കാരെ ഇങ്ങനെ കണക്കില്ലാതെ വിദേശത്തേക്ക് പോയി. എന്തുകൊണ്ടാണ് വിദേശത്ത് പോയിട്ട് അവർ മക്കളെയാണല്ലോ ഈ എല്ലാ ബാങ്കുകളുടെയും എല്ലാ ശാഖകളുള്ള എന്തുകൊണ്ടാണ് ഇവരുടെ മക്കള് ഇവിടെ നിൽക്കാത്തതെന്ന്? മക്കളെ പഠിപ്പിക്കുന്ന ഇവിടെ അല്ല പഠിപ്പിക്കുന്നത്, അവരവിടെ പഠിപ്പിക്കുന്നത്. ബേസിക്കായിട്ടതാ, ഇത് നമ്മുടെ ഭാരതമാണെന്നും ഭാരത മാതാവിനെ നമ്മുടെ വർഷിപ്പ് ചെയ്യേണ്ടതെന്നും ഭാരത മാതാവിൻ്റെ കൊടിയാണ് നമ്മൾ ഉയർത്തേണ്ടതെന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ വിദേശ രാജ്യത്ത് പോയി അവിടെ സല്യൂട്ടൊക്കെ അടിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് തിരിച്ചു വരാത്തത്. അവരുടെ മക്കൾ ഒരിക്കലും വരുന്നില്ല, മക്കളുടെ മക്കൾ പോലും ഇപ്പം വരാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഉള്ള കുമ്പനാട്ടെ അവസ്ഥ വരാതെ നോക്കണം. അതിന് ഞാൻ നോക്കിയത് ഏറ്റവും നല്ലത് തന്നെ ഭാരതം എന്നൊരു വാക്ക്, അത് ചിരപുരാതനമായ ഒരു വാക്കാണ്. വിഷ്ണു പുരാണത്തിലാണ് ആദ്യം ഭാരതം എന്ന്. പിന്നെ കാളിദാസൻ പറയുന്നില്ലേ, എഴുത്തച്ഛൻ പറയുന്നില്ലേ, എല്ലാവരും ഇത് പറയുന്നുണ്ട്, എല്ലാവരും ഭാരതത്തെപ്പറ്റി പറയുന്നു, ഭാരതത്തെപ്പറ്റി ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷെ ഇന്ന് ഊറ്റം കൊള്ളാൻ അത്തരം ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നില്ലല്ലോ സ്കൂളിൽ. അയ്യപ്പണിക്കയുടെയൊക്കെ ആണല്ലോ ഇപ്പം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആണ് അവർ പഠിപ്പിക്കുന്നത്. അതൊക്കെ ബോധപൂർവമായി ചെയ്യുന്ന, അല്ലാതെ അബദ്ധം കൊണ്ടൊന്നല്ല, അവരെ നന്നാകാൻ വേണ്ടിയൊന്നുമല്ല, ബോധപൂർവമായി ചെയ്യുന്നതാണ്. ദേശവിരുദ്ധത പഠിച്ചെങ്കിലേ നിന്നെ ഇവിടെ പാസ്സാക്കുകയുള്ളൂ എന്ന് പറയുന്നിട്ട്. അപ്പം ഇന്ത്യ എന്ന് മാത്രം, ഞാൻ പോലും അറിയാതെ ഇന്ത്യ, നമ്മളെല്ലാം അറിയാതെ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ കുഴപ്പമില്ല. എന്നെ പഠിപ്പിച്ച് 10-15 വർഷം പഠിപ്പിച്ച് അധ്യാപനം പഠിപ്പിച്ച് ഇന്ത്യ എന്നാണ്, 10-30 വർഷം പിള്ളേരെ പഠിപ്പിച്ച് ഇന്ത്യ എന്നാണ്. അന്ന് ഞാൻ പിള്ളേരോട് പറയുന്നത് ഉപ്പർസി മൂവെന്ന് പറഞ്ഞ പോലെ ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു, നമ്മുടെ ശരിയായ പേര് ഭാരതമാണ് എന്ന് എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ബാച്ചിന് 30 ബാച്ചിന് പറഞ്ഞു കൊടുത്താൽ എന്താകാനാ? ഒരു വലിയ മഹാസമുദ്രത്തിലെ ഒരു സൈഡിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് പോലെ ഉള്ളൂ. അപ്പം ദേശീയത ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിപ്പിക്കണം. ഭാരതം അഖണ്ഡ ഭാരതത്തിന്റെ ഫോട്ടോ ആണ് പഠിപ്പിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ ഇനി അത് പറയും അഖണ്ഡ ഭാരതം പഠിപ്പിച്ചു പാകിസ്ഥാൻകാരനെയൊക്കെ നമ്മൾ കൈവശപ്പെടുത്താനാണ് നോക്കുന്നത്, പിന്നെ അതിനുള്ള RSSന്റെ ഗൂഢ പദ്ധതിയാണ് എന്ന് പറയും. വെറുതെ RSSനെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരറിഞ്ഞില്ല ഞാൻ പോയത്, ഞാനിത് ചെയ്തു എന്ന് അവരറിഞ്ഞില്ല. അവർ പത്രത്തിൽ വായിച്ചറിഞ്ഞതേ ഉള്ളൂ. പാവങ്ങളെ അവരെന്തിനാ, അവര് മര്യാദയ്ക്ക് അവരെ രാജ്യത്തെ സേവിച്ച് ജനങ്ങളെ സേവിച്ചൊക്കെ അവർ കഴിഞ്ഞു കൂടുകയാണ്. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അവരല്ലേ വരുന്നത്, സേവാഭാരതിയല്ലേ വരുന്നത്. ഈ അവിടെ വയനാട്ടിലും സേവാഭാരതിയല്ലേ എന്ന്. അതൊന്നും ഇവന്മാരെ കണ്ടില്ല, നമ്മുടെ TV ചാനലിൽ വന്നെങ്കിലേ ഉള്ളൂ. ബാക്കി അവിടെ നിന്ന് സേവാഭാരതി വരുന്ന പറയുന്നില്ല. അത് ഞാൻ അതാ പറഞ്ഞത്, ഈ മുനമ്പത്തെ സംഭവം ഈ അടുത്ത കാലത്താണ് ബാക്കിയുള്ളവരൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അത് നശിപ്പിക്കാനാണ് എടുക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് 50-60 ദിവസം നമ്മൾ പ്രവർത്തിച്ച നിങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിലും സാരമില്ല, ഇപ്പൊ ഒരു ഫലം കണ്ടു. പണ്ട് ശാഖയിൽ പോകുന്ന സമയത്ത് ABPയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? സംഘപരിവാർ ഭാരതത്തിന്റെ അധികാര കേന്ദ്രത്തിലെത്തുന്ന? അയ്യോ, ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നം കണ്ടിരുന്നത് എന്നെ പോലെ ധാരാളം ആളുകൾ വന്നേനെ. ഞാൻ എല്ലാം ത്യജിച്ചത് ദേശീയതയ്ക്ക് വേണ്ടിയാണ് ത്യജിച്ചത്. എനിക്കൊന്നും കിട്ടിയില്ല. എന്തിന് CMS കോളേജിൽ പ്രിൻസിപ്പൽ സ്ഥാനം PhD ഒക്കെ ഉള്ള ആൾ എനിക്ക് തരാതെ എന്നെക്കാളും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളത്
പ്രിൻസിപ്പൽ സ്ഥാനം കൊടുത്തു. ഈ 2014 മുതൽ എനിക്ക് ഇവിടെ ICHR-ലൊക്കെ എന്നെ എന്നെ ഒരു സ്ഥലത്തും MG യൂണിവേഴ്സിറ്റി കയറ്റുമായിരുന്നു. വരുമ്പോൾ ആദ്യം പറയാം RS-കാരനാന്ന് പറയും. അപ്പം തീർന്നു. അയ്യോ ഏതാണ്ട് വലിയ കൊടും പ്രേതം വന്ന പോലാണ്. അപ്പം ഇവിടെ CMS കോളേജിൽ ഞാൻ 30 വർഷം പഠിപ്പിച്ച കോളേജിൽ, അത് എൻ്റെ സമുദായം നടത്തുന്ന കോളേജാണ്. അവിടെ ആരെ വേണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അതെന്നെ ആക്കിയില്ല. ഞാനും ആപ്ലിക്കൻ്റ് അല്ലേ, ആപ്ലിക്കേഷൻ തരാനുണ്ടോ? ഞാനും ആപ്ലിക്കൻ്റ് ആയിരുന്നു. കിട്ടത്തില്ല പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെന്ന് ഇൻ്റർവ്യൂവിനൊക്കെ നിന്നാ 2 തവണ ഇൻ്റർവ്യൂവിന് പോയതാണ്. 2 തവണ എന്നെ തന്നില്ല. എന്നെക്കാളിലും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളിന് കൊടുത്തു. അപ്പം എനിക്ക് ആകപ്പാടെ ഒരു അംഗീകാരം കിട്ടുന്നത് സംഘപരിവാർ വന്നത് 2014 ശേഷമാണ്. 14 ജനുവരിയിലോ മറ്റോ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അത്യാവശ്യമായിട്ട് രവിയുവാണെന്ന് സുഷമ സ്വരാജ് വിളിച്ചു പറഞ്ഞു. എന്തിനാണെന്നറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന ആവശ്യമാണ് ICHR-ലും NCERT-ലും ഒക്കെ പിന്നീടാണ് കിട്ടുന്നത്. എനിക്ക് പെർഫോമൻസ്, എനിക്ക് അംഗീകാരം തരുന്നവരാണ്. അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ RS ചെയ്യുന്ന സമയത്ത്, ഞാൻ CMS കോളേജ് ജോലിക്ക് വരുന്ന സമയത്ത്, അന്നേരം RS വിട്ടിട്ട് ഞാൻ കോൺഗ്രസിൽ ചേർന്നാൽ CMS കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയറാണ്. പക്ഷെ ചരിത്രം ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അവന് വേണ്ടി എഴുതണം. നിഷ്പക്ഷമായിട്ട് എഴുതാനൊക്കത്തില്ല. വാര്യംകുന്നൻ വർഗവഞ്ചകനാണ്, രാഷ്ട്രവഞ്ചകനാണ്. അവന് ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു എഴുതാൻ. അവനെ ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതാണ്. വാര്യംകുന്നൻ അവിടെ സ്മാരകം അവിടെ സ്മാരകമുണ്ട്. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തില്ല. തുഞ്ചത്താചാര്യന് അവിടെ ഒന്നുമില്ല. അപ്പൊ ആർക്കറിയാവുന്ന മലയാള ഭാഷയുടെ ആചാര്യന് അതിലെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ഈയിടെ ഒരാൾ പറഞ്ഞത്, അതായത് MT വാസുദേവൻ നായർക്ക് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. അതായത് അതിനൊരു കാരണം പറഞ്ഞത് ഈ പ്രതിമ അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെതുമായിട്ട് സാമ്യമില്ലാന്നാണ്. പക്ഷെ അതൊരു അത് വെറും മുട്ടായിന്നുള്ളേ ഉള്ളൂ, യാതൊരു സംശയമില്ല. അതെങ്ങനെ അയാൾ ഫോട്ടോ എടുപ്പിച്ചിട്ടില്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രായോഗികമായിട്ടിരുന്നത്? അപ്പം നമുക്കറിയാമല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ശിവന്റെയോ വിഷ്ണുവിൻ്റെയോ ഫോട്ടോ ഉണ്ടോ? നമുക്കൊരു ഐഡിയ ഉണ്ട്. ശിവൻ ഇങ്ങനെ ആയിരിക്കണം, വിഷ്ണു ഇങ്ങനെ ആയിരിക്കണം, യേശുക്രിസ്തു ഇങ്ങനെ ആയിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത് യേശുക്രിസ്തു ഇങ്ങനെ ആയിരിക്കണം, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത്രയൊക്കെ ത്യാഗം സഹിക്കുന്ന ആളിൽ ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് വേണമെന്ന് നമുക്കൊരു അത് വെച്ചാൽ വരയ്ക്കുന്നത്. ഇപ്പൊ സംഘപരിവാർ ശക്തികൾ എന്താണ് എന്ന് ക്രൈസ്തവ സമൂഹം ഏറെക്കുറെ തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വലിയ അപകടകാരികളൊന്നും അല്ല. കാരണം അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് അവർ വിലയിരുത്താൻ തുടങ്ങിയത്. മുസ്ലിം കമ്മ്യൂണിറ്റി അവരിപ്പോഴും അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ്. അതെന്തെങ്കിലും അത് മാറും പൂർണ്ണമായി എന്ന് കരുതുന്നുണ്ട് താങ്കൾ? അല്ല, സംശയമില്ല. അവരുടെ ഈ ബാഹ്യമായുള്ള സപ്പോർട്ട്, ഈ പണം വരെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ ഏത് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ, ആ പണം വരെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനിക്കും. ആർക്കായി ഇത് എത്ര ഒരു പിടിക്കല്ലേ അയക്കല്ലേ ഉള്ളൂ, മറ്റേ അവിടുത്തെ സേട്ടിനല്ലേ ഉള്ളൂ ഈ പ്രശ്നം. ബാക്കി ഏത് മുസ്ലിം, സാധാരണ മുസ്ലിം അവന് നേരം വെളുക്കണം, നേരം വൈകണം, എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അവനെ പ്രകോപിപ്പിച്ചാണല്ലോ അവനെ ആക്കുന്നത്. ഒരിക്കലും അധികം കാലം നിൽക്കാനല്ല. എല്ലാവരെയും കുറേ കാലത്തേക്കും, കുറേ പേരെ എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കുക, എല്ലാവരെയും എല്ലാ കാലത്തേക്കും ഉക്കിടുന്ന ഒരു ചൊല്ലുണ്ട്. കുറേ പേരെ എല്ലാ കാലത്തേക്കും വെക്കാം. ആ കുറേ പേരുടെ കൂട്ടത്തിൽ കുറേ പേര് കാണും, കുറേ ക്രിസ്ത്യാനികളും കാണും, കുറേ മുസ്ലിങ്ങളും കാണും. പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാനുള്ള അതിൻ്റെ പ്രൂഫാണ് ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടായ വലിയ മാറ്റം, ഭയങ്കര മാറ്റം. അവർക്ക് അയിത്തം മാറി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ള അയിത്തം മാറി. എന്നെ CSI സമുദായം വിളിച്ച് ആദരിച്ചു. പത്മശ്രീ കിട്ടിയപ്പം ആദരിച്ചു. അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത. ആ CMS കോളേജ് ഞാൻ കോമ്പീറ്റൻ്റ് അല്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞിറക്കി വിട്ടതാണ്. പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് അപേക്ഷിച്ച സമയത്ത് ഞാൻ കോമ്പീറ്റൻ്റ് അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ്. പറഞ്ഞു വിട്ട് എന്നെയാണ് അവരെ ഇപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്വീകരണം എനിക്ക് തന്നത് അത് ഞാൻ ഭയങ്കര വില കൊടുക്കുന്ന ഒരു സാധനമാണ്. അത്രയും സ്വീകരണം ഞാൻ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എൻ്റെ വന്ന് വിളിക്കുകയായിരിക്കുന്നത്, അത്യാവശ്യമായിട്ട് വരണം, ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതവർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പോയി. ഞാൻ നിന്ദിക്കുന്ന പ്രശ്നമില്ല, ആരും നിന്ദിക്കുന്നില്ല. പണ്ടവരെന്നെ നോക്കാഞ്ഞവരാകൊണ്ട് ഞാൻ വലിയ ആളാണെന്നും പറയത്തില്ല. അപ്പം ഈ മോഡി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഞാൻ ആരും ആകില്ല, ഞാൻ ഉണ്ടെന്ന് ആരും അറിയത്തുമില്ല. വട്ടപൂജ്യമായിരുന്നു.
അപ്പോൾ എന്നെ അറിയാൻ തുടങ്ങി ഈ പത്മശ്രീയൊക്കെ തന്നുകൊണ്ടാണ്. പത്മശ്രീ ചെന്നപ്പോൾ പത്രക്കാരും ഒക്കെ വന്ന് അതും ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കേരളത്തിലെ ആളുകൾ തന്നെ അംഗീകരിക്കുന്നു. അവരും പറഞ്ഞത് 2016 ശേഷമാണ് ഇങ്ങനെ ഈ സാധാരണക്കാർക്ക് ഭയങ്കരമാണ്. റിയൽ ജെംസിനെ കണ്ടെത്തുകയാണ്. അതെ അതെ. ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടുമായിരുന്നു. അത് എല്ലാവരും കാശ് കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതാണല്ലോ ഒരു സാധാരണക്കാരൻ പ്രധാനമന്ത്രിയായതിൻ്റെ ഗുണം. മറ്റേ പിന്നെ വലിയ കുടുംബത്തിൽപ്പെട്ട വലിയ വക്കീലന്മാരുടെയൊക്കെ ആളുകളാണ്, വലിയ തറവാട്ട് ഗുണമുള്ളവരാണ് വന്ന് ഇവിടെ പ്രധാനമന്ത്രിയൊക്കെ ആയിക്കൊണ്ടിരുന്നത്. സാധാരണക്കാരൻ പ്രധാനമന്ത്രി അതിൻ്റെ വെളിച്ചമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അംഗീകാരമാണ് കിട്ടിയത്. എനിക്കുള്ള ഇത് മോഡിക്കുള്ള അംഗീകാരമാണ്. എൻ്റെ എല്ലാം ആ മനുഷ്യനെ എന്നെ ഇങ്ങനെ നിയമം എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പത്മശ്രീ ആകില്ല. എനിക്കിവിടെ പൈസ കൊടുക്കാതിരിക്കുന്നത് ആ പണിച്ച് നക്കാപ്പിച്ച പെൻഷൻ കിട്ടും. ആ പെൻഷൻ കൊണ്ട് വീട്ടുകാരെ നോക്കാൻ പോകുന്നു, ആശുപത്രി കൊടുക്കാൻ പോകുന്നു. ആശുപത്രി കൊടുക്കാനും കുറേ കാശ് വേണം. അപ്പോൾ അത് കൊടുക്കാൻ പോകുന്നു. അന്നേരം പിന്നെ പത്മശ്രീ വാങ്ങിക്കാൻ പോകുന്നു. കാശ് മിച്ചമുണ്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനിയും നിരവധി പുരസ്കാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ. വളരെയധികം നന്ദി. ജനം ടെലിവിഷൻ ഇനിയും സത്യങ്ങൾ കണ്ടെത്താനും ജനസേവനത്തിനുമായി വരാനുള്ള സാഹചര്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും വിരമിക്കുന്നു.